ഇടയ്ക്ക് ലിപ്പൊക്കെ അടിക്കും. ചിരിക്കേ. കൊട്ടാരക്കര അമ്പലത്തിലേട്ടാ പോന്നെ. ഞാൻ ഉറങ്ങുവാണ്. ചേട്ടനെ വണ്ടി ഓടിക്കുന്നത്. ചേട്ടത്തി ഉണ്ട്, മോൻ ഉറങ്ങി, അലോക് ഉറങ്ങിയിട്ടുണ്ട്. അമ്മ ഒരു ഹായ് പറ അച്ഛ. അപ്പൊ നമ്മളെല്ലാരും കൂടെ രാവിലെ ഇറങ്ങിയല്ലേ. രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷെ കറണ്ട് എന്ന് ഇടയ്ക്ക് പോയി. ഇപ്പൊ സമയത്തായി 6:45. 7 മണി ആയിട്ടുണ്ട്. 7 മണി എന്തോ ആയിട്ടുണ്ട്. എത്തണം. നമ്മള് കൊട്ടാരക്കര അമ്പലത്തിലാ പോകുന്നത്, ഗണപതി അമ്പലത്തിലാ പോകുന്നത്. നമ്മളെ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് മാക്സിമം അല്ലെ മോളെ? 30 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് പോകാനായിട്ട്. രാവിലെ 5:30 ഇറങ്ങാൻ പറഞ്ഞ എല്ലാവരും ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മണി 7 മണിയുണ്ടായിരുന്നു. അത് സംബന്ധം അറിയാം. രാവിലെ അലാറം വെച്ചാട്ടോ. അലാറം വെച്ചിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ പക്ഷെ ആ സമയത്ത് തന്നെ ഭഗവാൻ ഉണർത്തി നല്ലൊരു കാറ്റും കൊടുങ്കാറ്റും കാറ്റും മഴയും കൂടെ. ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാട്ടോ പോകുന്നേ. ഗൂഗിൾ വെച്ച് എങ്ങോട്ട് പോകും പറയുന്നത് അതനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നേ. എന്തായാലും ചേട്ടാ ഗൂഗിൾ മാപ്പ് വെച്ചേക്കുന്നത്. കാരണം ഞാൻ വെച്ചോണ്ടിരുന്ന പക്ഷെ അപ്പഴും വീഡിയോ എടുക്കണമല്ലോ, നിങ്ങളെയും കൂടെ ഞങ്ങൾ എന്തൊക്കെ എവിടെ പോകുന്നത് അല്ലെ, എല്ലാം ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച്. അമ്മ പല്ലൊക്കെ കാണിച്ചു. അമ്മ വീഡിയോ ആണോ അമ്മയുടെ ഫേസ് അങ്ങ് വേറെ ഫേസാ. ഭയങ്കര അഭിനയമാണ്. പിന്നെ നമ്മുടെ അച്ഛൻ ഗമ ഞാനുണ്ട്. പിന്നെ അവൻ എന്റെ ഭർത്താവ് 32 പല്ല് കാണിച്ചിരിക്കുന്നുണ്ട്. കുട്ടാപ്പീസ് രണ്ടൊരു നല്ല ഉറക്കം കേട്ടോ. കാരണം നമ്മള് രാവിലെ എഴുന്നേറ്റല്ലേ. 8 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉള്ളു. നമ്മളെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ. നമ്മള് വർക്കലയല്ലേ, വർക്കല ഏരിയ. അപ്പൊ വർക്കലയിൽ നിന്ന് കൊട്ടാരക്കര കൊല്ലം വരണം. ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. അത്രേ ഉള്ളൂ, 30 കിലോമീറ്റർ. നമ്മള് കൊട്ടാരക്കര പോയി ഗണപതി ഭവനെ കാണാൻ പോവാ. എന്തായാലും നല്ല ദിവസം, മഴ അല്ലേ. ചേട്ടത്തി അവിടെ അമ്മയായിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നത് വാക്കുകള്. അത് കേട്ട് അമ്മ പറയുന്നുണ്ട് നമുക്ക് തന്നെ എല്ലായിടത്തും കേറണം എന്ന് പറയുന്നുണ്ട്. ഓർണവെട്ടം തന്നെ സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. ഇവിടെ മൊത്തം കാടാട്ടാ. നോക്കിയെന്തോ ഇവിടെ സൈഡിൽ മൊത്തം കാടുകളാ. റബ്ബറാ അല്ലേ. പക്ഷെ അടിപൊളിയാണ് ഈ മഴയത്ത് ഈ സ്ഥലത്ത്. മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ റോഡ് സ്മൂത്ത് ആയിരുന്നേ. പക്ഷെ റോഡ് പക്ക റോഡാ. ഓടനാവട്ടം നല്ല പേരല്ലേ, വെറൈറ്റി നെയിം ഓടനാവട്ടം. ഈ വീഡിയോ കാണുന്നാണെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നെന്ന് പറഞ്ഞു തരണേ. ഞങ്ങള് കോമ്പ കളിക്കാൻ നോക്കിയതാ. പക്ഷെ ലുക്ക് നോക്കി. പക്ഷെ ഡ്രസ് കുറച്ച് മാറിപ്പോയി. എന്റെ ലൈറ്റും ഡാർക്കും ആയി പോയി. അതിലൊന്നും കാര്യമില്ല. ഇത് ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോ ഉള്ള പട്ടോടെയാണ് കേട്ടോ. ഇത് ഞാൻ അയച്ചു വിട്ട് അല്ല ഇന്നലെ രാത്രി നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ഒരു 11:30 മണി വരെ ഭയങ്കര പണി. നോക്കിയപ്പോ സൂചി നൂലും കൊണ്ട് ആ ഡ്രസ് അയച്ചിട്ടുകൊണ്ടിരിക്കുന്നു. അതാ പഴയ ഡ്രസ്സാണ്. അത് വേറൊന്നുമില്ല. എന്റെ ഭർത്താവ് എന്റെ അടുത്ത് പറഞ്ഞേ ഇച്ചിരി നാളെ അങ്ങനത്തെ ഡ്രസ്സ് എന്തെങ്കിലും ഇടുവെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താണ് നമ്മളെ മറ്റേ ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നല്ലോ, ഇപ്പൊ അട്ടുപാവട അതല്ലേ പറഞ്ഞേ. പറഞ്ഞു എന്നോട് ഏത് ഡ്രസ്സൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞതല്ലേ ആന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന അലമാര മൊത്തം തപ്പിയാണ് ഇത് എടുത്തത്. ഞാൻ വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. ഭയങ്കര പണിയായിരുന്നു. ഇവിടെ രാവിലെ അങ്ങ് എത്തണമായിരുന്നു. കൊട്ടാരക്കര അമ്പലത്തില് ഉണ്ണിയപ്പം അടിപൊളിയാണ്. ഉണ്ണിയപ്പവും അവിടുത്തെ അവിടെ പിന്നെ ഞാൻ ആകപ്പാടെ ഒരു തവണ പോയിട്ടുള്ളൂ. മുമ്പാണ്ട്, അതും ബൈക്കിലാണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ കുറെ തവണ പോയിട്ടുണ്ട്. കാരണം എന്റെ വീട് ഞാൻ പറഞ്ഞിട്ട് ശാസ്ത്രം കൊണ്ട് ഭരണിക്കാവാ. അപ്പം പിന്നെ ഞാൻ പഠിച്ചതും വെണ്ടാറ് ആ ഏരിയ, കൊട്ടാരക്കരയ്ക്ക് മുന്നുള്ള ഏരിയ. അപ്പൊ കൊട്ടാരക്കര അമ്പലമൊക്കെ നമ്മുടെ സ്ഥിരം ഏരിയ ആണ്. ഇത് ഞങ്ങളുടെ ഏരിയ എന്നൊക്കെ പറയുന്നല്ലേ. 2 കിലോമീറ്റർ കൂടെ ഉള്ള കേട്ടോ ഇനി നമ്മൾ എത്താനായിട്ട്. അപ്പൊ നമ്മള് ഗണപതി ഭവനെ കാണാൻ പോലെ കേട്ടാ. നമ്മള് കുടുംബസമേതമാണ് പോകുന്നത് ഗണപതി ഭവനെ കാണാൻ. അവിടെയാണ് മറ്റേ മീനുള്ളത് കുളത്തിലില്ലല്ലേ? അവിടെ കുളമുണ്ട്. മീനുണ്ടോ എനിക്കതില്? കുളമുണ്ട്. ഞാൻ മറന്നുപോയി. പക്ഷെ അവിടെ കുളമുണ്ട്. കുളമുണ്ട്. കുളം ഉണ്ടെങ്കിൽ മീനും ഉണ്ടത് അവിടെ. ഇങ്ങനെ പതുക്കേട്ട വളമാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ 2 പെണ്ണുങ്ങള് എന്റെ വണ്ടിയിലുണ്ട്. അമ്മ സൈലന്റ്, അച്ഛൻ സൈലന്റ് ആണ്.
എന്റെ ഭാര്യയും ചേട്ടത്തിയും കടന്ന് വണ്ടി ഓടിക്കുമ്പോ അവിടെ നോക്ക് ഇവിടെ നോക്ക് വണ്ടി വരുന്നത്. എന്റെ പൊന്നോ, ഓടിക്കുന്ന മനുഷ്യരാ അതില്ലാതെ കളയും. സംഭവം ഞാൻ രണ്ട് ചെവി കൊണ്ടിരുന്ന തിന്ന് രണ്ടിനും കൂടെ. സംഭവം ഞാൻ പറയാം, വണ്ടി ഓടിക്കുമ്പോ എന്റെ ഭർത്താവിനുള്ള സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളവ് കാണാതാകുമ്പോ ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഞങ്ങള് പെണ്ണുങ്ങളല്ലേ കൂടെ ഓടിക്കത്തോള് അവരെ നോക്കി ഓടിക്കുന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു ഇതില്ലേ, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങള് പെണ്ണുങ്ങൾ അങ്ങനെയാണ് അല്ലേ. ഗേൾസ് ഓടിക്കുന്ന ഭർത്താക്കന്മാർക്ക് പിടിക്കൂല, പിടിക്കണം. നേരെ നോക്കി ഓടിച്ചോളാം. ഇതൊക്കെ നമ്മുടെ ഏരിയ. ഈ സ്കൂളിൽ കാറ്ററിംഗ് എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കാറ്ററിംഗ് എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ടീച്ചിങ്ങിന്റെ ഒരു എക്സാം എഴുതാൻ വന്നത് ഈ സ്കൂളിലാണ് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് പറഞ്ഞിട്ട് ഞാനും അച്ഛനോട് വന്നേ. അച്ഛൻ എന്നെ കൊണ്ടാക്കിയിട്ട് കാറ് കഴുകാനോ എന്തോ പോയാന്ന് ഇവിടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ ആ വണ്ടിയുടെ പുറകെ പൊക്കോ കേട്ടാ. ഇതൊക്കെ പതുക്കെ പോണേ. ഇനി കുഞ്ഞു കുഞ്ഞു കടകൾ അടുത്ത് അവിടെ പാർക്ക് ചെയ്യുന്നത്. അങ്ങ് പോണ പാർക്ക് യെസ്. നമ്മുടെ കൊട്ടാരക്കര അമ്പലം എത്തിയിട്ടുണ്ട്. ആൾക്കാരുണ്ട്. കൊട്ടാരക്കര നമ്മള് കണ്ട് ഇവിടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് വേറെ. നമ്മുടെ കൊട്ടാരക്കര അമ്പലം നമ്മളെത്തി. ഇതാണ് കൊട്ടാരക്കര അമ്പലം. ഇതാ എത്തിയിരിക്കും കൊട്ടാരക്കര അമ്പലത്തിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് പാർക്കിംഗ് ഏരിയ കണ്ട. നമ്മള് പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഞങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഗായ്സ്, കയ്യിലൊരു സാധനമുണ്ട്. ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങിച്ച് ഒരു 5 കയറ് വാങ്ങിച്ചു. അപ്പൊ ഞാനും എന്റെ കുഞ്ഞുബാബയും എന്റെ ഭാര്യയും നമ്മളെല്ലാവരും ഭഗവാനെ കണ്ടു. ഹലോ ഹലോ. ആശ എന്തോ ഭയങ്കര ഗൗരവമായ കാര്യത്തിലുള്ള തിങ്കിങ്ങിലാണ്. ഹലോ ഹലോ. ഓഹോ, മൂന്ന് ജമ്മിയാണോ? അത് ഇഷ്ടപ്പെട്ട കേട്ടോ. കുട്ടി ഉറങ്ങാനുള്ള മൂഡിലൊക്കെയാണ്. കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വരാനുള്ള കാര്യത്തിലാണിത്. ഓഹോ, ഉറങ്ങാനല്ലേ? കരച്ചില് മാറിയാ? കള്ളച്ചേക്ക കള്ളച്ചേക്ക. അപ്പോ നമ്മള് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോണു. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാം. ഹലോ കൊച്ചു മനുഷ്യ, എന്താണ് എന്താണ്? ഓ അച്ഛ, ടാറ്റ. മോൻ ടാറ്റ പറഞ്ഞ ബൈ. മോൻ ബൈ പറഞ്ഞ ടാറ്റ. അച്ഛന്റെ പൊന്ന, അച്ഛനുമ്മതാ, അച്ഛനുമ്മതാ. ഇടയ്ക്ക് ലിപ്പൊക്കെ അടിക്കും എന്റെ മോൻ എനിക്ക്. കാക്കാന്ന് കരയും, പട്ടി കാണും ഊന്ന് കരയും. പിന്നെ അച്ഛ അച്ഛന്ന് വിളിക്കും അല്ലേ മോനെ? അച്ഛ 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 അച്ഛന്റെ മോൻ. പക്ഷെ ഒരു കോമഡി ഉണ്ട്, ഇതുവരെയായിട്ടും അമ്മ എന്ന് വിളിക്കാറില്ല, വിളിച്ചിട്ടുമില്ല. അയ്യോ അയ്യോ അയ്യോ, അച്ഛ അച്ഛന്ന് മാത്രമേ വിളിക്കൂ. അച്ഛന്റെ മോനോ? അച്ഛന്റെ പൊന്നായത് അല്ലേ? ഓ, വാവ പാടി സ്വന്തമായിട്ട് ഉറങ്ങിക്കോളും. എവിടെയുണ്ട് ഇങ്ങനത്തെ കുട്ടി? വാ ഊ ഊ വാ ഊ ഊ. കളനെ ഈ കാലിന്റെ അടിയിൽ ഉമ്മ വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടം ഇക്കളാവന്. ചിരിക്കേ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഇവിടെ വീട്ടിലോട്ട് പോവാ. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇവിടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ. മോനെ ടാറ്റ പറ. ടാറ്റ ടാറ്റ പറ. ടാറ്റ. അത് ടാറ്റയാണ്. ടാറ്റ. അച്ഛാ ടാറ്റ. എല്ലാവർക്കും ബൈ.